കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ജാതിവെറിയിൽ പൊലിഞ്ഞത് ഒരു ജീവൻ കൂടിയാണ്. നിതിൻ രാജന് ഇന്ന് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്. സഹോദരിയുടെ വീട്ടുവളപ്പിലായിരുന്നു നിതിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. നിതിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും നിതിൻ രാജ് ആത്മഹത്യ ചെയ്യില്ല എന്നുമാണ് കുടുംബം പറയുന്നത്. നിരവധി പേർ അവസാനമായി നിതിനെ ഒരു നോക്ക് കാണാനായി ഉഴമലക്കലിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. തെരുവുപട്ടിയെന്നും എഴുത്തും വായനയും അറിയാത്തവനെന്നും വിളിച്ച് അധിക്ഷേപിച്ചു. ജാതീയമായും നിതിന് ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. കോളേജിലെ HOD റാമും മറ്റു ജീവനക്കാരും ചേർന്നാണ് നിതിനെ ആക്ഷേപിച്ചതെന്ന് സഹോദരി നിഖിത പറഞ്ഞു. ഇപ്പോഴീ HOD ഇങ്ങനെ സംസാരിച്ചല്ലോ, പട്ടിയെ പോലെയാണ്, നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോടല്ല ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. മരണവിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിലും കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റി. നെടുമങ്ങാട് കൊറ്റാമലയിലെ വാടക വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. പഠിക്കാൻ മിടുക്കനായ നിതിൻ രാജിനെ കുറിച്ച് ആർക്കും മറ്റൊരു എതിരഭിപ്രായവുമില്ല. അരുവിക്കര NDA സ്ഥാനാർത്ഥി വിവേക് ഗോപനും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും നിതിൻ രാജിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. കേരളത്തിന് മുഴുവൻ അപമാനകരമാണ് നിതിൻ രാജിന്റെ മരണമെന്ന് V മുരളീധരൻ പറഞ്ഞു. നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ കേരളം പുലർത്തുന്ന നിലവാരം, ആ നിലവാരം എന്നുള്ളതിന് വലിയ കളങ്കമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഉണ്ടാകുന്നത്. സർക്കാർ കോളേജിലെ അധ്യാപകർ ഈ തരത്തിൽ നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അധസ്ഥിതരായിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലെ പൊതുദർശനത്തിൽ ആയിരങ്ങൾ നിതിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. തുടർന്ന് ഭൗതിക ശരീരം വിലാപയാത്രയെ കൊണ്ടുപോയി തൊട്ടടുത്തുള്ള സഹോദരിയുടെ സ്ഥലത്ത് നിതിന് അന്ത്യവിശ്രമമൊരുക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അഞ്ചരക്കണ്ടിയിലെ മെഡിക്കൽ കോളേജിൽ കെട്ടിടത്തിൽ നിന്ന് ചാടി നിതിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുന്ന കുടുംബം സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.